അഡ്വക്കേറ്റ് അനന്തം പേർക്ക് ഒരു കത്തുണ്ട്. വക്കീലേ, വക്കീലിന്റെ എഴുത്തുണ്ട്. കോടതിയിൽ നിന്നായിരിക്കും. ഇനി അങ്ങോട്ട് ചെല്ലേണ്ടെന്നുള്ള അറിയിപ്പായിരിക്കും. പ്രിയപ്പെട്ട അച്ഛ, ജീവിതം ക്ഷണികമാണ്, മനസ്സൊരു കുരങ്ങനും. കിട്ടാനിടയില്ലാത്ത സൗഭാഗ്യങ്ങളും കാത്ത് അച്ഛൻ ഇനിയും നേരം കളയരുത്. മീരയെ കിട്ടിയില്ല, പക്ഷെ ക്ലാരയെ കിട്ടി. അതെ, അടുക്കളക്കാരി കുഞ്ഞമ്മയുടെ മകൾ ക്ലാരയുമായി തൽക്കാലം ഞാൻ മുങ്ങുകയാണ്. ക്ലാരയ്ക്കൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പേരുമാറ്റി ഒരു ക്രിസ്ത്യാനി ആവണമെന്ന്. ഞാൻ ഇനി അച്ഛന്റെ മുമ്പിൽ വരുന്നത് ഒരു ഹിന്ദുവായിട്ടായിരിക്കില്ല. ഇനി അച്ഛനെ ഞാൻ അപ്പച്ച എന്നേ വിളിക്കൂ. അനുഗ്രഹിക്കുക, അപ്പച്ചന്റെ മകൻ സെബാസ്റ്റ്യൻ. ഞാൻ വിചാരിച്ചു കുഞ്ഞ് വേറെ വഴിക്ക് പോയി കാണുന്നു. കുട്ടികളൊക്കെ പോയല്ലോ. കാത്ത് കാത്ത് ഞാൻ ബേജാറായി. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. പുന്നൂസിട്ട് പോയിക്കോ. വേറെ വണ്ടിയുണ്ടോ? മേരി ഇന്ന് കുറച്ച് ലേറ്റ് ആവും. അയ്യോ, അതിന് ഇയാൾ എന്തിനാ ഞെട്ടുന്നത്? ഞെട്ടാൻ പിന്നെ വേറെ കൂലിക്ക് ആളെ വിളിക്കണോ? മോളെ, കുട്ടികൾ വീട്ടിൽ കാത്തു വെക്കൂ. പുന്നൂസേട്ടനോട് പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? ഇന്നൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. സെലിബ്രേഷൻ ഒക്കെ കഴിയുമ്പോ കുറെ ലേറ്റ് ആവും. കമോൺ മീര, നമുക്ക് പോവാം. ഗുഡ് നൈറ്റ് മീര. ബൈ. See you. മോളിങ് വന്നേ. ഇപ്പൊ സമയം എത്രയായി? എന്തേ? എത്രയെന്ന് അറിയാൻ ചോദിച്ചാണ്. ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണോ? മോക്കിപ്പോ വയസ്സ് എത്രയായി? കാര്യം എന്താണെന്ന് പറ. അല്ല, മോടെ പ്രായത്തിലുള്ള ഒരു കുട്ടി വീട്ടിൽ കയറി വരേണ്ട സമയമാണോ ഇത്? അതും പ്രായമായിട്ട് എന്ത് ബന്ധം? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത്? എന്റെ പ്രായമോ? അതോ ഞാൻ വീട്ടിൽ വരുന്നതോ? വേറൊന്നും ശ്രദ്ധിക്കാനില്ലാത്തത് കൊണ്ട് ഇത് ശ്രദ്ധിക്കാമെന്ന് വെച്ചു അല്ലേ? ഗുഡ് നൈറ്റ്. നിക്കടി അവിടെ. എന്താ വിളിച്ചേ? എടിയുമോ? അതെ, നിന്നേക്കാൾ ഒരു 50 വയസ്സെങ്കിലും എനിക്ക് കൂടും. ഈ പ്രായത്തെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കണം. ചോദിച്ചൊരു സമാധാനം പറഞ്ഞിട്ട് പോ. നിങ്ങളോട് സമാധാനം പറയേണ്ട കാര്യം എനിക്കില്ല. ഉണ്ട്, ഞാനുള്ളപ്പോ തോന്നുകൾ നടക്കാൻ ആരും അനുവദിക്കില്ല. നിങ്ങളുടെ അനുവാദം ഞങ്ങൾക്ക് എന്തിനാ? ഇത് ഇങ്ങനെ പോയാൽ ശരിയാവും തോന്നുന്നില്ല. അന്ന് സ്കൂളിൽ വെച്ച് എന്റെ ഗാർഡിയൻ ചമഞ്ഞപ്പോഴേ എനിക്ക് കലി കയറിയതാ. അപ്പോഴേ ഭരണം മതി. ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? മുത്തശ്ശനായി ഞാനുള്ളപ്പോ എന്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? അതാണ് മതിയെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇനി ഒരു മുത്തശ്ശന്റെ ആവശ്യമില്ല. നാളെ തന്നെ നിങ്ങൾക്ക് സ്ഥലം വിടാം. എങ്ങോട്ട്? നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എവിടേക്കാണോ പോയിരുന്നത് അവിടേക്ക്. മോനെ മനുക്കുട്ട, നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ മുത്തശ്ശൻ ഇവിടുന്ന് പോവില്ല. മുത്തശ്ശൻ എവിടെ പോവാൻ? ഇനിയുള്ള കാലം മുഴുവൻ എന്റെ പേരക്കുട്ടിയോടൊപ്പം മുത്തശ്ശൻ ഇവിടെ കഴിയും. ഏത് പേരക്കുട്ടികൾ? ഞങ്ങളല്ലേ മുത്തച്ഛനായി വേഷം കെട്ടാൻ നിങ്ങളോട് പറഞ്ഞത്. വേഷം കെട്ടുവോ? ഞാനോ? എന്തായി പറയുന്നത്? മക്കളെ, നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാൻ നിങ്ങളുടെ മുത്തശ്ശനാ. പട്ടാളത്ത് വെച്ച് കാണാതായിപ്പോയി കരുണാകരമേനോൻ. ബന്ധമൊക്കെ മറക്കുന്ന വർഗമാ നിങ്ങളെന്ന് എനിക്കറിയാം. മോൾ ഓടിപ്പോയ ഷോക്കിൽ രോഗം വന്ന കുഞ്ഞമ്മ ഇതുവരെ നിങ്ങൾ ആശുപത്രി പോയി നോക്കിയോ? പിന്നെയല്ലേ എന്റെ കാര്യം. നല്ല ഭാഷ പറഞ്ഞ് നിങ്ങളെ നേരെയാക്കാവുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ചുട്ടാടി തന്നെയാണ് വരുന്നത്. ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഇനി ഇവിടെ പെരുമാറിയാൽ ഈ കൈയിന്റെ കരുത്ത് അപ്പൊ ഞാൻ മനസ്സിലാക്കി തരും. പാമ്പിനാണ് നമ്മൾ പാല് കൊടുത്തത്. മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ലേ, മുത്തച്ഛനാണെന്ന്. എന്താ ഇയാളുടെ ഉദ്ദേശം? സുഖജീവിതാണല്ലോ ഇവിടെ. എനിക്കാകെ പേടിയൊന്നു. ഇന്നയാളുടെ മുഖത്തെ ക്രൂരത കണ്ടില്ലേ? എന്തും ചെയ്യാൻ മടിക്കില്ല. ഇയാൾ നമ്മളോട് പറഞ്ഞ കഥകളൊക്കെ കള്ളമായിരിക്കും. ഇയാളൊരു തട്ടിപ്പുകാരനാ. അന്ന് ബീച്ചിൽ വെച്ചുണ്ടായ തല്ലൊക്കെ ചിലപ്പോ ഇയാൾ തന്നെ ഏർപ്പാട് ചെയ്തതായിരിക്കും. പക്ഷെ എത്ര നിർബന്ധിച്ചിട്ട് അയാൾ ഇവിടെ വന്നത്? അതൊക്കെ തട്ടിപ്പുകാരുടെ അടവാണുമായേ. നമുക്കിനി കുര്യനങ്ങൾ മാത്രമേ രക്ഷയുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ പെരുങ്കളനെ ഇവിടുന്ന് ഇറക്കണം. വളരെ അപകടം പിടിച്ചൊരു കളിയായി പോയത്. ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത, മേൽവാസം പോലില്ലാത്ത ഒരു മനുഷ്യനെ സ്വന്തം വീട്ടിൽ കിടത്തി ഉറക്കുക. അപ്പൊ അനുഭവിച്ചില്ലേ? ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്കിൾ മനസ്സിലാക്കണം. എന്ത് സിറ്റുവേഷൻ? കുര്യൻ അങ്കിളിനെ ഞങ്ങൾക്ക് ഇത്തിരി പേടിയായിരുന്നു. അങ്കിൾ ഞങ്ങളോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരുന്നേൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതെ, വീടിനൊരു നാഥനെയും ഞങ്ങൾക്കൊരു ഫ്രണ്ടിനെയും. ദാ ഇവനെ ഈ ഐഡിയ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തില്ലേ? നീ നിർബന്ധിച്ചുണ്ടല്ലേ സപ്പോർട്ട് ചെയ്തത്? അത്ര വലിയ ജീനിയസ് ആയിരുന്നെങ്കിലേ എന്തുകൊണ്ട് എതിർത്തില്ല? ഇപ്പൊ പോലീസിനത് പറയുന്നു. സ്റ്റോപ്പ് ദിസ്. ഇനിയിപ്പം ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? പെട്ടെന്ന് എന്തെങ്കിലും പ്രതിവിധി കാണുക.
പിള്ളേര് കുരിയച്ചന്റെ ഇരിക്കെ എന്തൊക്കെയോ കാര്യമായി പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. പ്ലീസ് അതിലേക്കൊന്നും ഇനി കടക്കണ്ട. കടക്കണം. അപ്പോ നല്ല രീതിയിൽ ഇത് അവസാനിക്കില്ല. മനസ്സിലായില്ല സാറേ, കളി വിടെ. ആദ്യം കളി കുരിയച്ചൻ വിട്. നിയന്ത്രിക്കാൻ ആളില്ലാതായപ്പോ കുട്ടികൾ അവർക്ക് തോന്നിയ വഴിക്ക് പോയി. ഞാൻ ശാസിച്ചു. ശാസിക്കാനും നിയന്ത്രിക്കാനും നിങ്ങൾ അവരുടെ ആരും അല്ലല്ലോ. അങ്ങനെ അവർ പറഞ്ഞു. അപ്പൊ എന്റെ നിയന്ത്രണം കുറച്ച് കൂടിപ്പോയിരിക്കും. കുറയ്ക്കാം. കുറയ്ക്കുകയും കൂട്ടൊന്നും വേണ്ട. ഇയാൾ ഷടയുന്ന സ്ഥലം വിടെ. കുരിയച്ചോ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. ഞാൻ അവരുടെ മുത്തശ്ശനാ. എന്റെ രക്തമാ കുഞ്ഞുങ്ങള്. അവര് വഴിപഴിച്ചു പോകുന്ന ഞാൻ നോക്കി നിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ കുരിയച്ചൻ ആരാ അധികാരം തന്നത്? കുരിയച്ചൻ ഒരു കാര്യം ചെയ്യും. ആ ചെമ്മീങ്കമ്മയുടെ കാര്യം മാത്രം നോക്കിയാ മതി കേട്ടോ. ഇദ്ദേഹത്തിന് മീരയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹീസ് ഫ്രം CBI. മീര അല്ലേ? അതെ. മീരയാണ് ഇപ്പൊ ഫാക്ടറി കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ലേ? അത് അതെ. ആർമിയിലായിരുന്ന മുത്തച്ഛൻ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? അധികമായിട്ടില്ല. എന്ന് വെച്ചാൽ മീരയുടെ ഡാഡിയും മമ്മിയും ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നതിന് മുമ്പോ പിൻപോ? ഏറ്റവും താഴെയുള്ള കുട്ടി മഞ്ജു അല്ലേ? ആ കുട്ടിക്ക് സംസാരശേഷി വീണ്ടും കിട്ടിയോ? സോറി മിസ്റ്റർ മാത്യു ജോൺ, ആ കുട്ടിയെ എംബാരസ് ചെയ്യിക്കണ്ട. ക്ലാസ് നടക്കുന്ന അവസരത്തിലാവുമ്പോ. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ മീര ഞങ്ങളോടൊന്ന് കോപ്പറേറ്റ് ചെയ്യണം. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. വീട്ടിലോട്ട് വന്ന ചില അസൗകര്യങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ ഓഫീസിൽ ഒന്ന് വന്നൂടെ? എന്താണ് സർ കാര്യം? കാര്യമില്ലാതെ ഞാൻ മീരയെ കാണാൻ വരില്ലല്ലോ. എന്നാൽ മീര വെക്കുള്ളൂ. മിസ്റ്റർ മാത്യുവിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കാം. യെസ് സർ. കുരിയച്ചന്റെ ഡ്രൈവിംഗ് കൊള്ളാം. പക്ഷെ ക്ലച്ച് എടുക്കുന്ന കുറച്ചുകൂടെ സൂക്ഷിച്ചു വേണം. അങ്ങോട്ട് ഇറങ്ങണം. ഇറങ്ങണോ? അങ്ങോട്ട് ഇറങ്ങാൻ. ഫാക്ടറിയിലേക്കാന്നും പറഞ്ഞ് കാറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറങ്ങണമെന്നോ? ഇത് കുരിയച്ചന്റെ സ്ഥലമാണോ? നല്ല സ്ഥലം. തൊട്ടടുത്തെങ്ങും ആരുമില്ല. ഇവിടെ ആവുമ്പോ മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ്ങ് അകത്ത് കയറി പോവില്ലല്ലോ. എന്താ ഇത്ര അധികം പറയാനുള്ളത്? അധികം പറയാൻ ഇടയാക്കരുത്. ഒന്ന് മാത്രം അറിഞ്ഞാ മതി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ഇല്ല. വിശ്രമ ജീവിതം. മരിക്കുന്നവരെ അല്ലലില്ലാതെ കഴിയണം. അതിന് എത്ര തുക വേണ്ടി വരും? അത് കുരിയച്ചൻ തരാൻ പോവാണോ? ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുക. കുട്ടികളവിടെ പേടിച്ച് കഴിയാൻ. ദയവ് ഇത് അവരെ വെറുതെ വിട്. എന്താ കുരിയച്ച കുട്ടികളെ പോലെ കുരിയച്ചനും വിവരമില്ലാതെ സംസാരിക്കുന്നത്? ഞാൻ ഒരിക്കൽ വ്യക്തമാക്കിയതല്ലേ അവർക്ക് ദുസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് അവരെന്നെ തള്ളി പറയുന്നതെന്ന്. നാക്കുകൊണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്നതാണോ രക്തബന്ധം? രക്തബന്ധത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ആയേ, പിന്നെന്താ പ്രശ്നം? ഈ മുത്തച്ഛന്റെയും പേരക്കുട്ടിയുടെ ഇടയ്ക്ക് കുരിയച്ചൻ എന്ത് കാര്യം? ഓ, ഞാൻ വിചാരിച്ചതിലും എത്രയോ വലിയ കള്ളനാ നിങ്ങൾ. ഇതിനു മുമ്പ് ഇതുപോലെ എത്ര പേരെ ചതിച്ചിട്ടുണ്ട്? കുരിയച്ച, ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. മിസ്റ്റർ മുത്തച്ഛൻ, ഇതെന്താണെന്നറിയാമോ? ഡൽഹിയിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നുള്ള കത്ത. മോഹൻദാസിന്റെ അച്ഛൻ മിസ്റ്റർ കരുണാകര മേനോൻ 12 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ശത്രുക്കളുടെ തടവിൽ വെച്ച് തന്നെയായിരുന്നു അത്. അന്ന് തന്നെ അവരാ വിവരം പഴയ വിലാസത്തിൽ അറിയിച്ചിരുന്നു. നാട് വിട്ടുപോന്ന മോഹൻദാസ് അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. കുരിയച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നല്ലോ. ഇത് വിശ്വസിക്കുന്നുണ്ടോ? വടി വടി പോലെ നിൽക്കുന്ന കരുണാകര മേനോന്റെ മുമ്പിൽ അയാളുടെ മരണ സർട്ടിഫിക്കറ്റും കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുരിയച്ചന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് കഷ്ടം തോന്നുന്നു. അപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? മാഷേ, ഒരു തവണ കുട്ടികൾ പറഞ്ഞു, ഞാൻ പറയുന്നത് 2ാമത്തെ തവണയാണ്. എന്നിട്ടും വീട് വിട്ടുപോകാൻ മാഷ് തയ്യാറാവുന്നില്ല. വേണ്ട, പോലീസിലൊരു കംപ്ലൈന്റ്. അവർ വന്ന് ജീപ്പ് കയറ്റി കൊണ്ടുപോകും. പക്ഷെ അതിലൊരു കുഴപ്പമുള്ളത്, ചിലപ്പോ കുറച്ചു ദിവസം ലോക്കപ്പിൽ കിടക്കേണ്ടി വരും. വയസ്സുകാലത്ത് അത് ഒഴിവാക്കി കൂടെ? പോലീസ് വരുവോ? നന്നായി. ആ വഴിയാണ് ഏറ്റവും നല്ലത്. എനിക്കും പോലീസിനെ കണ്ടിട്ട് കാര്യമുണ്ട്. അവര് വന്ന കുരിയച്ചൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുള്ളത്, കുറച്ച് ദിവസമല്ല, കൂടുതൽ നാളെ വേറൊരാള് ജയിലിൽ കിടക്കേണ്ടി വരും. അല്ല, അതിന്റെ അന്വേഷണങ്ങളൊക്കെ ഒരു ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങള് ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുമുണ്ട്. ശരിയായിക്കൊള്ളണമെന്നില്ല. അതായത് നല്ല നിലയിൽ നടക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് ഒരു MD, MDക്ക് വിശ്വസ്തനായ GM,
ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ GM-ന് തോന്നി ഞാനൊരു മനുഷ്യനല്ലേ, അല്പം മുടക്കുമുതൽ കൈവശം ഉണ്ടെങ്കിൽ ഈ ബിസിനസ് വേറെ തുടങ്ങിക്കൂടെയെന്ന്. അങ്ങനെ വലിയൊരു തുക തിരിമറി നടത്തി MD അത് കണ്ടുപിടിച്ചു, പ്രശ്നമായി. ബാങ്കിൽ അടയ്ക്കേണ്ട തുകയായിരുന്നേ. ഇത്രാം തീയതി പണം തിരിച്ചടച്ചുകൊള്ളണമെന്ന് MD GM-ന് അന്ത്യശാസനം നൽകി. ആ തീയതിയുടെ തലേദിവസമായിരുന്നു MD-യും ഭാര്യയും ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടത്. അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല, ആക്സിഡന്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന കൊലപാതകം, മർഡർ, എ വെൽ പ്ലാൻഡ് മർഡർ. പലരും മറന്നു തുടങ്ങിയ ആ മരണത്തിന്റെ കാരണം കണ്ടെത്തി എങ്ങനെയാണെന്ന് കുര്യച്ചൻ അത്ഭുതപ്പെടുന്നുണ്ടാവും. യാദൃശ്യമായ സംശയങ്ങളായിരുന്നു ആദ്യം, പിന്നെല്ലാം വ്യക്തമായി. ഫാക്ടറി അക്കൗണ്ടന്റിനെയും ജോലിക്കാരെ എല്ലാം ഞാൻ വിസ്തരിച്ചിരുന്നു. കുര്യച്ച മോനെ, നീ ഇരുമ്പഴി എണ്ണും. തമിഴ്നാട്ടിൽ മണ്ഡപം എന്ന സ്ഥലത്ത് നിന്റെ ഫാക്ടറി കെട്ടിടം ഉയരുന്നത് എങ്ങനെയാണ്? നീ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ച എന്തുകൊണ്ടാണ്? ഇതൊന്നും പുറത്തറിയില്ലെന്ന് വിചാരിച്ചല്ലേ? ഞാനൊരു വയസ്സനല്ലേ, എന്നെ ദേഹോദരം ഏൽപ്പിക്കരുത്. നമുക്കിപ്പോ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലായി. എന്നെ ഇത്രയും പരസ്യമായിട്ട് തട്ടിക്കളയാൻ ശ്രമിക്കുന്നത് ബുദ്ധിമോശമല്ലേ? എനിക്ക് തന്നെ ദ്രോഹിക്കണമെന്നില്ല. താൻ തട്ടിയെടുത്തതിന് ഒരു മോശമല്ലാത്ത തുക എനിക്ക് ഇങ്ങി തന്നാ മതി, ഞാൻ അപ്പോഴേ സ്ഥലം വിട്ടേക്കാം. ഇതിനെപ്പറ്റി ഒരു തീരുമാനം അറിയാനാണ് ഞാൻ ഇത്രയും കാത്തിരുന്നത്, അല്ലാതെ ഞാൻ അവറ്റകളുടെ മുത്തച്ഛനായതുകൊണ്ടൊന്നുമല്ല. എന്താണോ ഇത്രയും ആലോചിക്കാൻ? റിലാക്സ് റിലാക്സ്. കഴിഞ്ഞത് കഴിഞ്ഞു. കരഞ്ഞതുകൊണ്ട് പോയവർ തിരിച്ചു വരില്ലല്ലോ. ട്രൈ ടു മേക്ക് അപ്പ് യുവർ മൈൻഡ്. വി ഷാൽ മീറ്റ് അഗൈൻ സൂൺ. എന്തു പറ്റി? ഏതാ ജീപ്പ്? ചേച്ചി എന്താ വല്ലാതിരിക്കുന്നേ? നമ്മുടെ മമ്മിയും ഡാഡി ആക്സിഡന്റ് ആയതല്ല, ഒരു ആക്സിഡന്റ് പെടുത്തിയതാ. കുര്യച്ചന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് കരുതുകയരുത്. എത്ര കാലം കഴിഞ്ഞാ മരിക്കാന്നറിയില്ലല്ലോ, അതുവരെ ജീവിച്ചു പോകണ്ടേ. കൂടുതൽ സംസാരിക്കണ്ട. അതായത് എടുത്തോണ്ട് പോകണം. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാൻ ഇടവരരുത്. ഇല്ലില്ല, പരമേശ്വരൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. എണ്ണുന്നില്ല, തന്നെ എനിക്ക് വിശ്വാസം. ആ, നമ്മൾ തമ്മിലുള്ള വാക്കനുസരിച്ച് ഇന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി കയറുക. താങ്ക്സ് എ ലോട്ട്. എന്തോന്നാ അവരിത്തെ പോലീസുകാരൊക്കെ? എന്നെ പിടിപ്പിക്കാനോ മറ്റോ ആണോ? ഈ പെട്ടിയിൽ എന്താണ്? ഞാൻ പറയാം. ഇതിനകത്ത് കുറച്ച് പണമാണ് കുര്യച്ചൻ തന്നതാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് കുര്യച്ചൻ എനിക്ക് പണം തരുന്നത്? കൈക്കൂലിയാ. കുര്യച്ചൻ കാണിച്ച അക്രമങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയുള്ള കൈക്കൂലി. കുര്യച്ചനെ അറസ്റ്റ് ചെയ്യാൻ ഇനി സാറുമാർക്ക് ഭയമുണ്ടോ? അനധികൃതമായ പണം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോറി കുര്യച്ച, താൻ കാരണം ആ പാവപ്പെട്ട കുട്ടികൾ അനാഥരായി. അതിന്റെ ശിക്ഷ താൻ അനുഭവിച്ചേ പറ്റൂ. ഫാക്ടറി കണക്കുകളിലെ കൃത്രിമം പാർത്ഥസാരഥി ചൂണ്ടിക്കാണിച്ചപ്പോഴേ മൊത്തം കാര്യങ്ങൾ ഞാൻ CBI അറിയിച്ചാണ്. ഈ മോഹൻദാസിന്റെ ശ്രീദേവിയുടെയും കാറെടുപ്പിക്കാൻ കുര്യച്ചനൊരു ലോറി ഡ്രൈവറെ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ, അയാൾ എവിടെ? അയാളെ ലോക്കപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ വളരെ വളരെ മുന്നേറി കഴിഞ്ഞെന്ന്? കുട്ടികൾ വരെ എനിക്കെതിരായിട്ടും ഞാൻ വീട്ടിൽ നിന്ന് പോകാതിരുന്നത് ഈ ദിവസത്തിന് വേണ്ടിയാണ്. സാറെവിടെ? അകത്ത് പോയ ആളെ പിന്നെ പുറത്തു കണ്ടില്ല. മീര ചേച്ചി ഇങ്ങോട്ട് വന്നോ? ചേച്ചി, അങ്കിൾ പാക്ക് ചെയ്യാ. എവിടേക്ക് പോകുന്നു ചോദിച്ചപ്പോ മറുപടി പറഞ്ഞില്ല. ഒന്ന് ചെറുക്കിയാ മാത്രം ചെയ്തു. ഒന്നും എടുത്തിട്ടില്ല, പഴയ തുണികളാ. പരിശോധിക്കാം. സാറിപ്പോ എവിടേക്കാണ്? അത് ഇനി വേണം തീരുമാനിക്കാൻ. ഈ ഫാക്ടറി ഒരു കരക്കടുപ്പിക്കാൻ
താൻ വിചാരിച്ച് നടക്കും. ഈ കുട്ടികൾക്കൊരു കാര്യപ്രാപ്തി ആകുന്ന വരയ്ക്കെങ്കിലും തന്റെ സഹായം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. അപ്പോ സാറിനി പോകാൻ അങ്കിള് ഞങ്ങൾക്ക് മാപ്പ് തരില്ലേ? അതിന് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അങ്കിൾ പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്തായാലും ഞാൻ പോകേണ്ടവനാണല്ലോ. അല്ല, അങ്കിൾ ഞങ്ങളുടെ മുത്തച്ഛനാ. അങ്കിൾ അല്ലാതെ ഞങ്ങൾക്ക് ഇനി ആരുമില്ല. അതൊക്കെ വെറും തോന്നലല്ലേ മക്കളെ. നിങ്ങളുള്ള ഇഷ്ടക്കുറവുകൊണ്ട് ഒന്നുമല്ല അങ്കിള് പോകുന്നത്. വിശാലമായ ഈ ലോകത്ത് ഇനിയും കാണാൻ ഒത്തിരി ഒത്തിരി ഉണ്ട്. ഏതോ മുൻനിശ്ചയം പോലെ പെരുവഴിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടി. ഇനി വല്ലപ്പോഴും കാണാൻ ദൈവം ഇടവരുത്തട്ടെ. നിങ്ങൾക്ക് എന്നോടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിലനിൽക്കാൻ തൽക്കാലം നമ്മൾ പിരിയുന്നതാണ് നല്ലത്. പോട്ടെ. പ്ലീസ് അങ്കിൾ, ഞങ്ങളെ തനിച്ചാക്കിട്ട് പോകരുത്. പിന്നെ കാണാം. വരട്ടെ മോളെ. പോയി മുത്തച്ഛ.